പോയി. ആടാ നീ എലമ്പുണ്ടാക്കുന്നോ? അഴിച്ചു വിടാൻ വേണ്ടി കിടന്ന് ബഹളത്തോട് ബഹളം. അവിടെ കുരയ്ക്കുന്നു. അച്ഛൻ എപ്പോഴാ പോണ്ടേ? ഷർട്ട് തേച്ചോണ്ട് പോകാനുള്ളതിന് തേച്ച് തരാന്ന് പറഞ്ഞപ്പോഴും വേണ്ട. ഇന്നലെ എടുത്താ ഞാൻ തേച്ച് വെച്ചേനെ. അമ്മ തപ്പുന്നുണ്ടോ അവിടെ? ചേച്ചി പോയേ കുട എടുത്തായിരുന്നു അതിനകത്തുണ്ടല്ലോ അല്ലേ? അല്ല അതിനകത്ത് വെച്ചിട്ടുണ്ടോ നോക്കി. അമ്മ കുട അതിനകത്ത് വെച്ചിട്ടുണ്ടോ? ആ ഓക്കെ ഉണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. സിംബാ ഓക്കെ. അവൻ്റെ ഒരു പറഞ്ഞ കേക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ. പോടാ എടാ പോട്ടടാ. എന്ത് പോടാ പോ പോ. ആ കേട്ടോ നല്ല വലിപ്പണി. അവനോട് മുണ്ടക്കാൻ വരപ്പുണ്ട് വിട്ടേച്ച് വരാം. എന്നിട്ടാണോ എടാ മാറണം. എടാ പോടാ എന്തി കാണിക്കുന്ന പോ. ഇത് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. പഠിച്ചോ. എന്തുവാ നിനക്ക്? എന്തുവാ ഇന്ന് നോക്കി ഇരിക്കാണ്ട് ചെറുക്കൻ. ചേച്ചി പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങി. ഇപ്പം എത്ര മണിയായി? 6 മണിയാകാറായി. എൻ്റെ തന്നെ എന്നെ അങ്ങോട്ടൊന്ന് വിടാവോളൂ. ഇത് ചെറുക്കം മാറടാ. നല്ല മഞ്ഞ്. ഓക്കെ അടിപൊളി. നല്ല മഞ്ഞാണ് കേട്ടോ. അടിപൊളി. എന്തൊരു ചീരത്തോരൻ. ആരാണെങ്കിൽ ചീരത്തോരനാണ്. ഇങ്ങനെ മടി കാണിച്ചാൽ എന്തോ ചെയ്യും? സ്കൂളിൽ പോവണ്ടേ? ഇന്ന് പ്രോഗ്രാമുണ്ട്. ലഹരി വിരുദ്ധ എന്തുവാ റാലിയോ? റാലിയല്ല, അത് പ്രോഗ്രാമുണ്ട്. അതെ കഴിഞ്ഞ ദിവസം നടത്തായിരുന്നു, ഇന്നാ നടത്തുന്നെന്ന് പറഞ്ഞ്. ആ അപ്പോൾ യൂണിഫോം ഇടണ്ട. ഇന്ന് ബ്ലാക്ക് കളറ് ടീഷർട്ട്. കോട്ടിൽ ഇന്ന് യൂണിഫോം വേണ്ടെന്ന് ഹന്ന സിസ്റ്റർ പറഞ്ഞു.
കേട്ടോ. അപ്പോൾ ഇന്ന് കളർ ഇട്ടോണ്ടാണ് എൻ്റെ കൊച്ചു പോകുന്നത്, മിടുക്കിയായിട്ട് സുന്ദരിയായിട്ട്. ബ്ലൂ അല്ലെന്നേ, ബ്ലാക്ക് കളർ ടീഷർട്ടില്ലേ കുഞ്ഞിൻ്റെ. പിന്നെ റെഡ് വേണമെന്ന് പറഞ്ഞാൽ റെഡ് ഇല്ല. അപ്പോൾ പോട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ പല്ല് തേക്കാതെ എങ്ങനെയാ? സാമൂലൊക്കെ ഇപ്പോൾ പോയി പല്ല് തേക്കുന്നുണ്ട്. അവൻ എന്താ ഒരുങ്ങുവാന്ന്. ഞാൻ അവൻ്റെ അമ്മയെ ഇപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അവൻ ഒരുങ്ങുവാന്ന്. ആ ഞാൻ പറഞ്ഞു ഷാമ്പുവിൽ ഇവിടെ പല്ല് തേക്കാൻ തുടങ്ങിയെന്ന്. പെട്ടെന്ന് തേച്ചോ, അവൻ നോക്കിയിരിക്കുന്നു. സാമൂല് പല്ല് തേക്കാന്ന് അവൻ്റെ അമ്മ ഇപ്പോൾ മെസ്സേജ് അയച്ചു കേട്ടോ. ആ ഞാൻ പറഞ്ഞു ഷാമ്പുവും പല്ല് തേക്കാൻ തുടങ്ങുമെന്ന്. മിടുക്കിയ അവള്. എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാലോ ഒന്ന്. എടാ നിനക്കെന്നാ ഇത് അമ്മച്ചു. എടാ താറവയായി. എന്നിട്ടും പല്ല് തേക്കാൻ വേണ്ടിയുള്ള മടിയേ സമയം. അവള് തേക്കും, സാമൂല് തേക്കുമെന്നുണ്ട്. അങ്ങോട്ട് അവളും തേക്കും. അവളുടെ ഫ്രണ്ട്, അവളുടെ ക്ലാസ്മേറ്റാണ് സാമൂല്. എന്തോ അല്ല, നീ പല്ല് തേച്ചോ? നീ കുളിച്ചോ? ഒരുങ്ങാൻ തുടങ്ങിക്കേ. ആ സാമൂല് പല്ല് തേക്കുവാന്ന്. മോനെ തേച്ചോ? അവള് പല്ല് തേക്കുന്നുണ്ടോ നോക്കടാ സിംബ. ആദ്യം അവൻ ഇങ്ങോട്ട് വരുന്നു. ഇവനാ ഹൈപ്പർ. ശാമ്പവിയും കൂടെ ഷാമ്പുവെ കുളിപ്പിക്കാനുള്ള യുദ്ധത്തിലാണ്. Recommendation for your workout. Just ask Gemini and Spotify will play it for you. അപ്പോൾ വൈകിട്ടാണ് ഇപ്പൊ ചോറുണ്ട്. ഈ കരഞ്ഞോണ്ടല്ലാതെ ദിവസവും പോകുന്നില്ലല്ലേ? സോറി. എങ്ങനെയുണ്ടടാ കറിയൊക്കെ? സൂപ്പറാണോ? അടിപൊളിയാണോ? മാവുണ്ട്. വൈകിട്ട് ഷാമ്പൂ വരികയല്ലേ, ഷാപ്പയുടെ കൂടെ തലവലിക്കുന്നുണ്ട്. പാലൊക്കെ എടുത്ത് കയറി വരുമ്പോൾ ഗ്രീൻ പീസ് കറിയും നല്ല ചൂടപ്പവും എൻ്റെ ശമ്പൂക്കുട്ടന് കേട്ടോ. വാ, യൂണിഫോം ഒക്കെ ഊരി കുളിച്ചിട്ട് കഴിക്കും. സൂപ്പറല്ലേ? ആ നാരായണ ചേച്ചിയും വൈകിട്ട് വരുമ്പോൾ നാരായണ ചേച്ചി കൊടുക്കാവേ. ഇപ്പം ചോറുണ്ടോ? അവക്ക് ചോറ് ഇപ്പം കൊടുക്കാം. വൈകിട്ട് അപ്പം മിടുക്കി തരാലോ. തരാം. യൂണിഫോം അല്ല, യൂണിഫോം. ആരിടുവോ? അല്ലല്ലോ, ഇന്ന് യൂണിഫോം അല്ല, ഇന്ന് ബ്ലാക്ക് ഇട്ടിടുവോ? വെള്ളമല്ലേ തരുന്നേ? മതി. ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പൊക്കോളം മാത്രമല്ലോ. പിന്നെ എന്തിനാ മാഷ എന്നോട് ചോദിക്കുന്നത്? അപ്പൊ ഇല്ലേന്ന് കഴിച്ചോ. തവി എന്തിയേ? ഇപ്പം കഴിക്കാൻ ഇപ്പൊ കഴിയത് ഇതിന്റെ ബാക്കി തരാം. ബോക്സ് വന്നില്ലല്ലോ. നിർമ്മലമ്മയുടെ അവിടെ കാണാൻ മിക്കവാറും. എവിടെ പോയാലും വല്യമ്മ മോളും അതെ എന്തേലും ഉണ്ടോന്ന് പപ്പ മേടിച്ചു കൊടുത്തല്ലേന്ന്. ഒരു ഓണത്തിനാന്ന് തോന്നുന്നു, അതോ വിഷുവിനോ എന്തോ ഒരു സംഭവത്തിന് പപ്പ മേടിച്ചു കൊടുത്തതാണ്. അയ്യോ അല്ല, ഒരു അതുപോലെ ഒരു പിടുത്തമുള്ള ഇതിനുള്ള എന്തുവാ ഇലാസ്റ്റിക് ഉള്ള. അവനേ സിംബ ഭയങ്കര അലമ്പ് പോലെ കെട്ടിട്ടു. അവൻ നിന്നെ പോലെ അലമ്പുണ്ടാക്കുന്നു. അവനേ ഓടി വന്ന് നമുക്കിട്ട് വന്ന് ഇടിക്കുക. സാമൂല ആദ്യം എന്നോട് സിസ്റ്റർ ടീച്ചർ പറഞ്ഞറിയോ, ആദ്യം പഠിച്ച പേര് അവന്റെ പേരാ. അവനായിട്ട് കൂട്ടായത് സാമൂല്. അവനിപ്പോ വീട്ടിൽ കാണും, അവനും ഇപ്പൊ ചോറുണ്ടാവും, ചോറിന് വരിക്കും.
ആ അങ്ങനെ അത് തന്നെ സമൂല ചോറ് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് കഴിക്കും. ആൽബിനോയും വീട്ടിൽ കാണും. അവ ചോറുണ്ണുവാ സ്കൂളിൽ വരാൻ വേണ്ടി. ആ ലൈറ്റോ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാ. നിക്ക് പാട്ട് വെക്കണോ? നിർബന്ധമാണോ? പാട്ട് വെച്ചാ കഴിക്കോ? നമുക്ക് നോക്കാം. ചോറ് വാരി ഉണ്ട്. നീ അതൊക്കെ ഏത് പാട്ടാണ്? ഞാൻ വാരി തരണോ? ചോറ് വാരി തരണം. അതെ, ശാമ്പോയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാ അമ്മ വെച്ചേക്കുന്നുണ്ട്. ഭയങ്കര ഓക്കെ. കഴിക്ക കഴിക്ക കഴിക്ക. ജയ പഠിച്ചു. അവിടുത്തെ വീട്ടില് വീട്ടിലുണ്ട്. അന്ന് പൊക്കോട്ടോ. പോയി പഠിച്ചിട്ട് മിടുക്കിയായിട്ട് വരണേ. അവിടുത്തെ വീട്ടിൽ ഇച്ചിരി പണിയാണേ. പൊക്കോട്ടോ. നാളെ കാണാവേ. ആ ശരി. ബസ് ആഹാ ബസ് ഇപ്പൊ വരുന്നു. ഈ പെട്ടെന്ന് നടക്കാതെ ഇവിടെ നിൽക്കുവാണ് ബസ്. നാരായണേ എനിക്കറിയാം. കയ്യെ പിടിച്ചാൽ കുഴപ്പമുണ്ടോ? കൈ നടക്കുന്നതിന് കാലിലല്ലോ പിടിച്ചേക്കുന്നത് ഞാൻ. ആരാ അവിടെ കിടന്ന് കാറിയാന്ന്? നീ വീട്ടിൽ കിടന്ന് കാറിയോ? സ്കൂളിൽ പോവാ. ആര്? ഞാൻ സ്കൂളിൽ പോവാ കേട്ടോ. ഇല്ല, അവിടെ ആരും ഇല്ല. ചിലപ്പം മോളുടെ വീട്ടിൽ പോയി കാണും. ജെപ്പി അതാരാ? മകൾ. മഹൻ ഇവിടെ ഇല്ല. മകൾ ഉണ്ട്. മകളുടെ അടുത്ത് പോയി കാണും. മഹൻ സ്കൂളിൽ. അതെ, പിന്നെ സ്കൂളിൽ പോകുന്ന മകനല്ലേ. മഹൻ മോൻ ജോലിക്ക് പോയി. എന്താ പോയടി. വരുന്നില്ലേ? ചോറ് മതിയോ? ചെരുപ്പൊന്നും ഇടാവോ? മതിയോ? ചെരുപ്പൊന്നും ഇടാവോ? മഹൻ എന്താ ചോറ് മതിയോ? കറി എന്താ? അച്ചാർ. എന്താ അച്ചാറാ? നാരങ്ങ അച്ചാർ. കൈ പിടിക്കണ വേണം. കൂടെ വരണം. ചുമ്മാ നടന്ന് ഡാൻസും കളിച്ചിരിക്കുക. എപ്പുറത്തെ വീട്ടില് പോയടിയെന്ന്. വാ, സമയം പോയി. വാ
ആ ചെരുപ്പിട്ട് എന്നാ ഈ കാണിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? മഞ്ഞ് കണ്ടോടി, മഞ്ഞ്. ഇന്ന് തെളിച്ചമുണ്ട്. അത് വേറെ വണ്ടിയാ. മിനി വാൻ, മിനി ലോറി, മിനി ഓട്ടോറിക്ഷ, പെട്ടിയോട്ട പോലത്തെ ശരിക്കും സാധനം. വലിപ്പമൊന്നുമില്ല. വെള്ളമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? വെള്ളമില്ല. വെയിൽ വന്നോ? ഞാൻ ആരോടാ പറഞ്ഞു? എനിക്ക് പേടിയില്ല. പേടിയില്ലേ? ഒന്നുമില്ലല്ലേ? എനിക്ക് വലിപ്പമൊന്നുമില്ല. കുഴപ്പമില്ലേ? ആരാ പറഞ്ഞ കുഴപ്പമുണ്ടെന്ന്? എനിക്ക് വെള്ളം വേണ്ട. ഇനി ഞാൻ ചവിടത്തില്ല. മതിയോ? എന്തോ സ്മെല്ല് വന്നിട്ടല്ലോ. ആ, ഇവിടെ വരുമ്പോ അങ്ങനെ വരും. ഉണ്ടാക്കുന്നതാ? ആ, ഉണ്ടാക്കുന്ന എന്നാ എന്ത്? എന്നാ നീ പറ. ഉണ്ണിയപ്പം. ആ, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പോ? ആ. അയ്യോ, ഉണ്ണിയപ്പം അല്ല, പിന്നെ നെയ്യപ്പം. ഏ? നെയ്യപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉണ്ടോ? ആ, നമുക്ക് വിളിച്ചാലോ? മേടിക്കാം. നാളെ ഇല്ല. നാളെ കേട്ടോ. അവനെ കാണുന്നില്ല ഇപ്പൊ. അവനെ കണ്ട ചോദിക്കാനും. മതി, കഴിഞ്ഞു. എന്നാ കഴിഞ്ഞു? നിക്ക് പോകണ്ട. ആയനാ നമുക്ക് കാര്യം ചെയ്യാം. കുറച്ച് നിക്കട്ടെ. എന്തിന്? ബസ് വരുമ്പോ നോക്കാം. അവിടെ താഴെ വന്നിക്ക്. വേണ്ട, ഇവിടെ വന്നാൽ അങ്ങോട്ട് ബസ് വരുന്ന കാണത്തില്ലേ? ഒരു ബസ് വരുന്ന കാണണ്ട. അവിടെ താഴെ പോയി നിൽക്ക്. ഇതൊക്കെ അവിടെ ഇരുന്നോക്കാം. ആ ആ, അവിടെ നിന്ന് ഇരിക്കണ്ട ഇപ്പം. ബസ് വരുമോ? ബസ് വരാൻ വലിയ താമസമില്ല. കൈവിട്, കൈവിട്. ആ, ബസ് എന്നാ വരാത്തെ? ബസ് ഇപ്പം വരും. ആരാ? എന്ത്? ഇതെപ്പോ പോണേ? ആരാ? നമ്മളിവിടെ തൊട്ട് താഴെ താമസിച്ചോണ്ടിരുന്ന എവിടെ? സാബുച്ചേട്ടൻ താമസിക്കുന്ന വീട്ടില്ല, അവിടെ താമസിച്ചോണ്ടിരുന്ന ഇവര് നേരത്തെ. ആ, അപ്പേരാ? ഇതൊരു ബസ് വരുന്നുണ്ടല്ലോ. ആ, നമ്മ വണ്ടി കാണാ. ശരി, അതെ. ഞാൻ ഇവിടെ നിൽക്കാം. വണ്ടി വരുന്ന നോക്കണ്ട. വന്നു വാ. ഇറങ്ങി വാ, വണ്ടി വന്നു. ആ ആ, വന്നു. അതെ, നോക്ക്. യൂണിഫോമിന് വേണ്ടെന്ന് പറഞ്ഞായിരുന്നോ?
അല്ല ഇതെന്ന് വെച്ചാൽ വേറൊരു ആവശ്യത്തിനുള്ള പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മതി. എന്നത്തേനാ ശനിയാഴ്ച കിട്ടിയാൽ ആ ആ ശനിയാഴ്ച കിട്ടിയാൽ മതി. ആ ഇട്ടിട്ടുണ്ടോ? എന്താ ഇവ കിടന്ന് ബഹളം വെക്കുന്നേ? പ്രശ്നമാണ്. അമ്മയെ കഴിച്ചവൻ ഞാൻ കഴിച്ചോളൂ. ഇന്നലെ അപ്പം അരച്ച് ഞങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് വെച്ചതാ. കണ്ടാ പൊങ്ങി ഇത്ര പൊങ്ങിയിട്ടുണ്ട്. ഓക്കേ, മറ്റേ ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നല്ല, ഞങ്ങളുടെ ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും മതി. അത് കയറ്റി വെച്ചു. ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. വെയിൽ കണ്ടപ്പോൾ ശ്രാവണമ്മ സാരി എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് അളക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തി പോയോ? എന്താണ്? ആരെ? ഞാൻ അവിടുത്തെ പോകുന്നില്ലല്ലോ. ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. ഒന്ന് കാണിച്ച എന്നെ നിങ്ങൾ കാണിച്ച ഞാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറയാല്ലേ? സൂപ്പറായിട്ട് ഒരുങ്ങിയിരിക്കുമല്ലേ? ഒരുങ്ങിയിട്ടില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കണ്ടെഴുതിയിട്ടുണ്ടോ? പുട്ട് കിട്ടുന്നുണ്ട്. അതേപ്പോഴും ഉണ്ടല്ലോ ഒരു പൊട്ട് ചെറുതായി. കുളിച്ചാലേ അത് പോകത്തില്ലല്ലോ. പിന്നെ ഞാൻ നല്ല ഡ്രസ്സൊക്കെ വീട്ടിടാനുള്ളത് ഇതുപോലൊക്കെ മേടിക്കുമ്പോൾ ഞാൻ നല്ല മെഡിക്കായിട്ടിരിക്കും. ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരിയായിട്ടിരിക്കും. മനസ്സിലായോ? ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും സുന്ദരിയാവണ്ട. അങ്ങനല്ല, നല്ല ഡ്രസ്സ് ഇട്ടില്ലല്ലോ. അങ്ങനെ പറയണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ നല്ലത് കൂടി ചേർക്കുക, അല്ലെങ്കിൽ വളരെ ബോറായി പോകും. അത് ചേർത്തല്ല രണ്ടാമത്. ഗൗരി 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 ഞാൻ ശ്യാമളക്ക് മാത്രം കൊടുക്കുന്നത്, എനിക്ക് വേണ്ട. ഞാൻ രണ്ടാം നിങ്ങളെ കൂടെ ഗൗരി എന്ന് പറയുന്ന കൊച്ചു പിടിക്കണമെന്ന് പറയുന്നത്. സമയം 10 മണി ആറായി. വല്ല നാടി തന്നെ ശ്യാമളമ്മ മാത്രം പേടിപ്പിക്കുന്നതുകൊണ്ട് നീ ഇവിടെ തിന്നിട്ടോ? അപ്പോ അല്ല, അപ്പം ഞാൻ തിന്നോ? ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ആദ്യം തന്നെ ശ്യാമളക്ക് അപ്പൊ ശ്യാമളമ്മ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നീ കൂടി പീഡിപ്പിച്ചിട്ടു. ശ്യാമളമ്മ എല്ലാവരും 11-12 മണിയാകുമ്പോഴാണ് കഴിക്കുന്നത്. എന്നാ തയ്ക്കാനിരിക്കുന്നത്? പ്രശ്നം ഗുളിയാ. ഗുളിക തന്നെയാണോ? ഇവിടെ ഇഷ്ടം പോലെ ഗുളിക ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ടാക്കില്ല. നിനക്ക് നീ വിഡ്ഡിയാ, നീ വിഡ്ഡി. പിന്നെ ഉണ്ടാക്കടി അതിനകത്ത് എണ്ണ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. പൊളിഞ്ഞു പോരും, പക്ഷെ സൈഡ് ഇവിടെ മാത്രം പൊളിയാൻ പാടാം. അത് നീ ആ വെച്ചേക്കുന്നതിന് കുഴപ്പമില്ല. ചൂടാഞ്ഞിട്ടാ കല്ലവിടെ. പിന്നെ ചൂടാവുമ്പോഴാ പ്രശ്നം. നീ ഓക്കെ സൈഡ് പോളെന്ന് വന്നാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്നാ മേടിക്കേണ്ടത് ആദ്യം പറഞ്ഞില്ല. നീ എന്നാ മേടിക്കുന്ന? ഉഴുന്ന് മേടിക്കാൻ തോന്നിയല്ലോ ഒരു കിലോ. ഉഴുന്ന് മേടിക്കണം, പരിപ്പുണ്ട്, പിന്നെ മെറ്റന്റെ വില എത്രയാന്ന് ചോദിക്കണം. സാമ്പാർ പരിപ്പിന്റെ എന്ന് പറഞ്ഞു. പിന്നെ വേണ്ട, അത് ചോദിക്കണ്ട. ഉഴുന്നും പിന്നെ ഇതും ചെറുപയർ നമുക്കില്ല, ഇല്ലല്ലോ. ഉഴുന്ന് മാത്രമേ ഉള്ളൂ. വേറെ പേറും എല്ലാം മേടിക്കും. വെള്ളക്കടല ഉണ്ടോ മേടിക്കണം? വേണ്ട. പക്ഷെ ശ്യാമളമ്മക്ക് ഉഴുന്ന് വേണമെങ്കിൽ ഞാൻ മേടിക്കട്ടെ. ഉഴുന്നോ? പിന്നെ
അപ്പൊ നമുക്ക് തന്നെ വേണ്ട സത്യത്തിന്റെ കുഴിന്ന് മാത്രം. ഉഴുന്ന് കിട്ടുമല്ലോ. അത് കിട്ടും. പിന്നെ അപ്പൊ ശരി, അപ്പൊ പോവാണ്. ഉഴുന്ന് മാത്രം പോരാ എനക്ക്. ആ മണി. അപ്പൊ ഞാൻ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് ദയവേദി ഫോൺ കൈവെക്കണം. ഇല്ലില്ല. ഇല്ല എനിക്കെന്താ. പിന്നെ ആ അമ്മയുടെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ മറ്റേ കൂടെ എടുക്കണോ? വേണ്ടേ? കുഞ്ഞു കൂടെ എടുക്കട്ടെ? ഓ വേണ്ട, മഴയൊന്നും പെയ്തില്ലേ. പെയ്താ തന്നെ ഒരു നിങ്ങൾ ഇത് വെയിൽ കൊള്ളുന്നുണ്ടല്ലേ. വെയിൽ ഓൾറെഡി മഴ വെയിലൊന്നും ഇല്ലാത്ത മഴക്കാലമാ. ബാങ്കിൽ പോണം ആദ്യം. ഷാംപൂയ്ക്ക് അക്കൗണ്ട് എടുക്കണം. കേരള ബാങ്കിലായിരുന്നു അക്കൗണ്ട് ഉണ്ട്. അതിനെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നോ അവൻ ശരിയാക്കാൻ പറ്റുന്നില്ല. ഇന്നൊക്കെ നല്ല കാലാവസ്ഥയാണ്. മഴയൊന്നുമില്ല. ഇത് ചെറിയൊരു മൂടലുണ്ട്, എന്നാലും നല്ല കാലാവസ്ഥയാണ്. ഇന്ന് മഴ ചാറിയിട്ടില്ല, ഫുള്ള് വെയില. ചാറിയിട്ട് പോലും ഇല്ല ഇന്ന്. നടക്കാനൊന്നും വയ്യല്ലേ. 2 കിലോ സാധനം മേടിക്കും, എന്നിട്ട് പോലും നടക്കാൻ വയ്യ. കാക്കമ്മ ആ മരിക്കുന്ന പ്രായത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. ആയിരിക്കത്തില്ല. ഭാര്യയെ പോലെ ആയിരിക്കല്ലോ ചെറിയ ഭാര്യ. അതുപോലെ അത് ശരിയാ. നിനക്ക് ഇപ്പോഴേ വയ്യല്ലോ. അപ്പൊ ശ്യാമളയുടെ പ്രായമാകുമ്പോ നിന്റെ അവസ്ഥയിലായിരിക്കും അല്ലേ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഓട്ടോയ്ക്ക് വരുന്നത് പ്രഷർ കാണുന്നുണ്ട്. ആ പഴയ റേഷനായിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ ഓട്ടോയ്ക്ക് വരാറുള്ളൂ. പക്ഷേ പ്രായമുള്ളവരങ്ങനെ പറയാം. അത് നിനക്ക് കാശില്ലാത്തതുകൊണ്ടല്ലോ. ശ്യാമളക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. നേരത്തെ 4 അമ്മ പോയി. ആ സിംബയാണോ? ഞാൻ കേട്ടോ അമ്മ എന്ത് ചെയ്യുന്നതാണ്. അമ്മയുടെ ചെരുപ്പല്ലേ കിടക്കണം. അവിടെ ഉണ്ടായിരുന്നോ? ആ നിന്നെ കണ്ട ഓടി വരണ്ടാണല്ലോ അല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. അവൻ ആരെല്ലാം കാണാൻ നോക്കിയിരിക്കായിരുന്നു അങ്ങോട്ട് സ്നേഹിക്കാനായിട്ട്. ചാടാൻ ചാടല്ലേ, തൂങ്ങിച്ചാവും. എന്നാണോ? മതി മതി. ആ അവള് വന്നല്ലോ. പിന്നല്ല വന്നങ്ങോട്ട് തൊട്ടില്ലേ. അയ്യോ അയ്യോ. ഇതൊക്കെ വലിച്ചു കുടിച്ചോ? ആര്? ഏത്? അതൊക്കെ നേരത്തെ പോയല്ലോ. പാലെടുത്തോ? നിന്നോട് ഇന്നോട്ട് പാലെടുക്കണോന്ന് പറഞ്ഞിട്ട് രാവിലെ പറഞ്ഞിട്ട് ഇന്നലെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതല്ലേ നാരായണി? ഇല്ലേ? പറഞ്ഞു വിട്ടതാണേ. പിന്നില്ലേ ഇനി തൊട്ട് പാലെടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇനി കൊച്ചു ചിലപ്പോൾ താഴെ ഇവിടെ ഉണ്ടാവും. അങ്ങോട്ട് പിടിയല്ല, ഇവിടെ കൊണ്ടിറക്കും. വിറക് ശ്യാമളമ്മ വിറക് പെറുക്കാനായിട്ട് എൻ്റെ അമ്മ. ഇതൊക്കെ കണ്ടോ? അങ്ങോട്ടൊന്നും പോകണ്ട. അതൊക്കെ വല്ല പാമ്പും കാണും അവിടെ ആ ഭാഗത്തോടൊക്കെ. പിന്നെ വല്ല പാമ്പൊക്കെ കാണുമെന്ന്. അമ്മയെക്കാളും വലിയ പാമ്പോ? അയ്യോ. ആ അത് പുകയ്ക്കാം. മതി, ഇങ്ങ വാ. വാ മതി. വാ.
ഇവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും? ഉറങ്ങണോ? സാധാരണ ഇതിൽ കൂടെ ഒരു എൻ്റെ അമ്മോ രണ്ടും കൂടെ എന്താ ഒരു അലമ്പ് വരുന്നുണ്ട്. എൻ്റെ അമ്മ വരാനുണ്ട്. കുഴപ്പമുണ്ടോ? ആരിറങ്ങിപ്പോനെ? എല്ലാം അടച്ചിട്ട് വെക്കുമല്ലേ? സിംബായ തുറന്നിട്ട് പോകണോ? അല്ലല്ലോ. പഠിക്കാനുള്ളതിന് നീ ഇരുന്ന് ടി വി കാണുവാണോ ഓടി? നിന്നോട് വന്നാൽ ഉടനെ കുളിച്ചിട്ടിരുന്ന് പഠിച്ചോണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ടി വി ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ പരീക്ഷ പ്ലസ് ടു കഴിയുന്നവരെ നമ്മളവിടെ അവരോടെ ഇത്രയും ദിവസം കാലയ്യ വീണ് പറഞ്ഞതാണ് ബസ്സുകാരോട്. അവർക്കൊരു ശകലം ഒരു 2-3 മിനിറ്റിൻ്റെ പോലും വ്യത്യാസം വരത്തില്ല അവർക്ക് ശരിക്കും. അവിടെ നിന്ന് അവളെ ഇവിടെ രാവിലത്തെ പോലെ തന്നെ ഇറക്കുന്നതുകൊണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്താൽ ഇറക്കത്തില്ല. കാരണം പുള്ളി അതിൻ്റെ ഡ്രൈവറുടെ വീട് പൊൻകുന്നത്താണ്. പുള്ളിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് അവിടെ കണ്ടിട്ടിട്ട് തിരിച്ച് കയറി പൊൻകുന്നം പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഇത് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ പിന്നെ വലിയധികം ഒന്നും പറയാനും പോയില്ല. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ പൈസ ഈ മാസത്തെ ഫീസ് കൊടുത്തതിന് ശേഷം പറയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഈ നമ്മുടെ താഴത്തെ റോഡിൻ്റെ അവിടെ ഈ താഴെ അങ്ങോട്ട് അമ്പലത്തിലോട്ട് ഞാൻ പോയിട്ട് വരുന്നൊരു വഴിയുണ്ടല്ലോ, ഒരു ചെറിയൊരു പാലമുണ്ട് അവിടെ. അതിൻ്റെ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവർ ജയോട് ഇവിടെ എങ്ങനെയുണ്ട്, ഈ സ്കൂൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് കുറച്ച് നേരം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പം ജയ പറഞ്ഞ് നല്ല സ്കൂളാണ് വിടാന്നൊക്കെ പറഞ്ഞ് അവരുടെ കൊച്ചിനെ ഇന്നുകൊണ്ട് അവിടെ ചേർത്ത്. അപ്പോൾ ആ കൊച്ചിനെ ഇറക്കണ്ടേ ഇവിടെ നമ്മുടെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരികയല്ലേ രാവിലെ വരുമ്പം നമുക്ക് തൊട്ട് മുമ്പാണ് ആ കൊച്ചിൻ്റെ കയറ്റേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഇനി 2 പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ഇനി അവിടെ ഇറക്കി വിടാൻ പറ്റത്തില്ല ഇവർക്ക്, ഈ കൊച്ചിനെ കയറ്റണമല്ലോ. അതുകൊണ്ട് ഇപ്പം അവർ മിക്കവാറും ഇന്ന് ഇവിടെ തന്നെ ഇറക്കി വിടും. അവരിത് വിളിച്ചൊന്നും നമ്മളോട് പറഞ്ഞില്ല. പക്ഷേ ഈ കൊച്ചിനെ ഇവിടെ ഇറക്കണം നമുക്കറിയായിരുന്നു. ജയാണത് പറഞ്ഞ് അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അവരിന്ന് പോയി ചേർന്നെന്നൊക്കെ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഇതുപോലെ അവിടെ നിന്ന് രാവിലെ കയറ്റി അവിടെ കൊണ്ടിറക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് സീനില്ല, ശാംഭവിയും ഇവിടെ ഇറക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ആ പാലം കിടന്ന് ഇങ്ങോട്ട് ഇരുന്ന് ഞാൻ ബുദ്ധിമുട്ട് ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ വലിയ അലമ്പുണ്ടാക്കത്തുമില്ല. ഓട്ടോ അത് ഇതെന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്നാന്ന് പറഞ്ഞാലും കയറ്റിക്കൊണ്ടിരിക്കാൻ എളുപ്പമുണ്ട്. മഴയൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ അത് രക്ഷപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ അതിലേക്കൂടെ അവരിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് പോകുന്നതും ഇതിലേക്ക് ഇറങ്ങി ഇപ്പം വരാനിരിക്കുന്ന വഴിയാണ് വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലേ. ചുമ്മാ എന്തൊക്കെയോ ഒരു മുടന്ത് ന്യായമൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു നഷ്ടം എന്നാന്ന് ചോദിച്ചാൽ ശാംഭവി റോഡിൽ നീളെ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ശാംഭവിനെ മിസ് ചെയ്യും. കാരണം അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വരുമല്ലോ. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരെ ഇനി കാണത്തുള്ളൂ അവൾ. അപ്പോൾ ഇന്ന് ടൗണിലോട്ട് പോകണ്ട. അമ്മമാർ ഫ്രിഡ്ജ് പെട്ടി ഇപ്പോൾ പൊളിച്ചെടുക്കുക കേട്ടോ. അമ്മമാർ തരുന്നില്ല നമുക്ക്, ഒന്നും പറഞ്ഞില്ല. അങ്ങ് വണ്ടി ഇല്ലാത്തതാണോ എന്നാണോ? അമ്മമാരവിടെ പൊളിച്ച് വെച്ചേക്കുന്നു. അമ്മമാരോട് തരത്തില്ലെന്നൊന്നും പറഞ്ഞില്ല, ഒരു പ്രശ്നമില്ല. അതിനും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക, എല്ലാം കൊണ്ട് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇവിടുന്ന് വരുന്ന ഫ്രിഡ്ജ് പെട്ടി അമ്മമാർ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്നാണോ എന്തോ. ഇതിലേ വരുന്നതൊന്നും അറിയില്ല. എവിടെ പോവാ? അല്ല
ഇവിടെ നിൽക്കുക, കൊച്ചിനെ വരാം, കൊച്ചു വരാറുണ്ട്. ആ ചേർന്ന് നോക്കട്ടെ. ഹായ്. ശരിതാ. ആ ഇറങ്ങുന്നില്ലേ? ടാറ്റാ. സംഗീതമായോ? സംഗീതമായി. ആണോ സംഗീത? സംഗീതമായോ? ഏത് സംഗീത? സൂപ്പർ സ്കൂളാണ്. ആണോ? ആ അപ്പം സ്കൂളിൽ അയ്യോ എന്നാ 6:30 നീ പോ. അറിയത്തില്ല. മമ്മി എന്ത്? അമ്മ അല്ലേ ഗേറ്റ് തുറന്നിട്ടില്ല. ഹായ്, നല്ല ചളി. സലീഫേ പോടി പോടി. അപ്പുറത്ത് കിട്ടിയാണോ? നീ എന്നാ ഇന്ന് ഇവിടെ ഇറങ്ങിയ? പാലത്തിൻ്റെ അവിടെ ഇറങ്ങാതെ ഇവിടെ ഇറങ്ങിയാനാ? ഹായ് ചേട്ടാ, കേട്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു. കേട്ടോ കേട്ടോ? എവിടെ പോയാ? എവിടെ പോയാ? വാ. ശരി, ഇതന്നെ എന്തൊക്കെയാ പറഞ്ഞു? അത് നിനക്കറിയാമല്ലേ എന്തൊക്കെയോ പറഞ്ഞു. അവിടെ ഇവിടെ ഇതെന്താ സ്ഥലം? അതൊന്നുമില്ല, അവരുടെ മിറ്റോ. പോവാണോ? അല്ല, ഞാൻ വീട്ടിൽ പോവാണേ. കേട്ടോ? വീട്ടിൽ പോവാണേ. ആ പുളിപ്പഴാണോ വെച്ചത്? ആണോ? എന്നൊക്കെ പഠിച്ചു? കുഞ്ഞുമാ പഠിച്ചു. കൊച്ചെന്നൊക്കെ പഠിച്ചു? പേരാ അബ്ദുള്ള. അച്ഛനാ കടയിൽ പോയി. എന്താ കടയിൽ പോയി. ആരാ നീ ചോദിച്ചാരേ? അയ്യോ, അതെ വേണ്ട
നീ എടുക്കോ? ബാഗ് വേണോ? ഏത് ബാഗാ? ഏത് ബാഗാ വേണ്ടേ? ഏതാ വേണ്ട നിനക്ക്? നിനക്ക് ഏത് ബാഗാ വേണ്ടേ? എന്നാ വെച്ചോ. നിക്ക് കേട്ടേ. വീട്ടിലുണ്ട്. വീട്ടിലുണ്ടേ. ആ ചുമന്ന് കാണുന്ന സാധനമൊക്കെ വലിച്ചു പറിക്കുമെന്നാണ് വിചാരിച്ചത്. നിലവിൽ ഇതുവരെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാഗ് ആയതുകൊണ്ട് നശിപ്പിക്കാൻ ഇച്ചിരി പാടാ. ഇപ്പോൾ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ സിബെല്ലാം വലിച്ചു പറിച്ച്. ഇതെല്ലാം തുറന്നു കിടക്കുവാണല്ലോ, ഒന്നും അടച്ചിട്ടൊന്നുമില്ല. ഞാൻ അടച്ചു ബാഗ്. ഒന്നും പറയാതെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടവർ. ഒന്നും പറഞ്ഞില്ലല്ലോ നിൻ്റെ ബസ്സുകാർ. അവരോട് എത്ര പ്രാവശ്യം നമ്മൾ ചോദിച്ചാൽ ഇവിടെ ഇറക്കി വിടാവുന്നു. എന്നിട്ട് ഇപ്പോൾ അവർ ഇറക്കിയും വിട്ടു. അതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാനുമില്ല. കാരണം അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പോലുമില്ലേ, അപ്പുറത്തൊരു കൊച്ചുണ്ട് ഇനി ഇവിടെ ഇറങ്ങാമെന്ന്. നമ്മളങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ച്. അപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ നിന്നാൽ മതിയെന്ന്. എന്തൊരാശ്വാസമാണെന്നറിയാമോ. ആർക്കാണേലും വന്ന് വിളിക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ല. അതല്ലെങ്കിൽ അപ്പുറത്താണെങ്കിൽ ഒരു രക്ഷയില്ല, ഞാൻ തന്നെ പോകും. വേറെ ആരും പോയാൽ ഇവിടെ ആ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം വന്നു. ആ കൊച്ചിനെ അവിടെ ഇറക്കിയെന്ന് തോന്നേ. അതിലെ ഇങ്ങനെ വന്നാൽ കറങ്ങി. കൊച്ചി നമ്മുടെ ജയന്തി ചേച്ചിയുടെയൊക്കെ അവിടുത്തെ ഒരു റിലേഷനാണ്. മടുത്താൻ നിന്നോ. ഇനിയിപ്പോൾ പകുതി നടന്നാൽ പോരാ, രക്ഷപ്പെട്ടില്ലേ? ഇപ്പോൾ എത്തും. പയ്യെ പോയാൽ മതി, ധൃതി വെക്കണ്ട, വീഴും. ജയ എങ്ങും പോകത്തില്ല, അവിടെ നിന്നോളും. ജയ അവിടെ തന്നെ നിൽക്കും, പൊക്കോ. എന്നാണോ ബസ്സല്ലേ? ബാഗ് അപ്പഴേ കൊടുക്കണ്ട. ഒന്നുമില്ല, അത് ചുമ്മാ ബാഗ് മാത്രമേ ഉള്ളൂ. മാരാണിക്ക് പിന്നെയും ചെരുപ്പോ? ഞാനടിക്കുന്നല്ലേ, ഇവിടെ വീട്ടിലുള്ള ചെരുപ്പെല്ലാം പോയി. മാരാണി ഇവിടെ എല്ലാം വൃത്തിയാക്കി തൂക്കുകയൊക്കെ ചെയ്തല്ലോ, മിടിക്കുകയാണല്ലോ. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. കഴിക്കുന്നല്ലേ ഉള്ളൂ, ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ, എല്ലാം ക്ലീൻ ചെയ്യണ്ടേ. എന്റെ ദൈവമേ, എന്നെ ഒരു ഉമ്മ അവിടുന്ന് ഒരു കുഞ്ഞുങ്ങളുണ്ടല്ലോ, മോനെ പോലെയുള്ള. തന്നെ കുളിക്കണ്ട. ഇല്ലല്ല രാമമ്മേ, വേണ്ട നിക്ക്, ഉടുപ്പ് കൂരിട്ട് വാ. അതാ ഉടുപ്പൊരു എന്താപ്പാ തരാ. സാമൂലുണ്ടോ?
അമ്മ രാവിലെ എന്നാ പറഞ്ഞേ? സ്കൂളിൽ നിന്ന് വരുമ്പോ ചൂടോടെ അപ്പവും ഗ്രീൻ പീസ് കറിയും തരാന്ന് പറഞ്ഞില്ലേ? ആ കണ്ടോ, മിടിക്കുകയല്ലേ അമ്മ. ഗ്രീൻ പീസ് ആയിപ്പോ കഴിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറ. കഴിക്കുന്നതിന് മുന്നേ പറയുവാണ് അടിപൊളി. ആ എന്നാ ഞാൻ പറഞ്ഞു പറയിച്ച പോലെ ആയല്ലോ. വേണോ? വേണ്ടേ? ആ ആരാ സ്കൂളിൽ വന്നേ? ആരാ വന്നേ? സാമൂല് വന്നോ? ആ മിടുക്കൻ. ആര്? അമ്മയും വന്നോ? ഇത് 2 കൈ കൊണ്ട് കഴിക്കാതെടാ മുത്ത. 1 കൈ കൊണ്ട് വന്നിട്ട് പോയോ? ആഹാ, കാർത്തികയുണ്ടോ? അഞ്ജന എന്ന് പറഞ്ഞില്ലേ? ചേച്ചിയാണോ? കൊച്ചിന്റെ അമ്മയാണോ? അഞ്ജനയുടെ ചേട്ടൻ. അത് പതിയെ കഴിക്ക്. അത് കഴിച്ചിട്ട് ഇറക്കിയിട്ട് അടുത്ത് കഴിക്കണേ. ആ ഇഷ്ടപ്പെട്ടോ മോന്? കൊറേ അമ്മച്ചിയുണ്ടോ? ആഹാ, എന്നാ വല്ല പഠിപ്പിച്ചോ കുഞ്ഞിനെ? ഓ കൊതു കൊതു. വല്ല ഇന്ന് എന്നെ പഠിപ്പിച്ചേ? ഇന്ന് കസാര ഇരുന്നോ? ഇന്ന് കസാര ഇരുത്തിയെന്ന് പറ. അലമ്പ് കൂടുമ്പോഴാ കസാര ഇരുത്തുന്നേ. എന്നിട്ട് ലോക്ക് ചെയ്യും. ഇരുത്തി. പിന്നെ വഴക്കായിരുന്നോ നീ? പിന്നെ ഓ ഇന്ന് മറ്റേ ലഹരി വിരുദ്ധ ദിനമായിരുന്നല്ലേ? ആ അത് പറ. ഞാനത് ശരിയാ, ഞാൻ ആ കാര്യം പറഞ്ഞുപോയി. അത് കൊതുക. ഞാനിപ്പോ പറഞ്ഞോ. നന്മരൂപിയായ ദൈവമേന്നാണോ? സൂപ്പർ പാട്ടാണല്ലോ. നോക്കട്ടെ ചുമ്മാ ഇരിക്കണോന്ന്. അല്ലല്ലോ, കൊച്ചിന് വേണം. ഓർത്താ മതി. അവിടെ തിന്ന് തീർന്നു. അടുത്ത് വരാം. എനിക്കിതെല്ലാം കൂടെ 1 കയ്യേ ഉള്ളൂ. അന്നയോ? ആ അന്ന ഉണ്ടായിരുന്നോ? അപ്പൊ ഒരപ്പം കൂടെ തരട്ടെ? വേണ്ടേ? കറി വേണോ? ചൂടാണേ. ചൂടാകുമ്പോ കറി തരാം. കൈ 2 കൈ നിറച്ച് അപ്പം. ഇതാ കറി. ആരുടെ ചെരുപ്പോ? ഈ ശ്യാമമ്മയുടെ ചെരുപ്പിനെ എടുത്തിട്ടാ. ശ്യാമമ്മ അതേ കുളിക്കും. ദേഹം കഴുകും. ആരുടെ കിടക്കുന്നത്? നീ തന്നെ പറ. മതിയോ? മതിയോ? പോയോ? ഇച്ചിരി വലിയ പാത്രം എടുത്തൂടെ? അമ്മേ ആ ടി വി ഉണ്ടോ? ഇന്നൊരു റീൽസിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേനും പുതിയതായിട്ട് പോകുമ്പോൾ 2-3 ദിവസത്തിൽ ഭയങ്കര പഠിത്തവും പരിപാടിയായിരിക്കും. അത് വീണ്ടും പഴയ അവസ്ഥയാണ്. ഞാൻ വലിയ പഠിത്തം ആര് പറഞ്ഞു? നമ്മളിപ്പോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? നമ്മള് ബസ്സിന് ഈ തോറ്റിട്ട് ജയിച്ചാൽ നാളെ നിർത്താനാണ്. ഇപ്പഴേ നെഗറ്റീവ് നീ പറഞ്ഞു മാറ്റണ്ട അവളെ കേട്ടോ. അവള് ടി വി മഴ പോയി. പകല് നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് തുണിയെല്ലാം നല്ലതായിട്ട് ഉണങ്ങി. ഇപ്പോൾ വീണ്ടും മഴ ഏകദേശം ചാറുന്നുണ്ട്. നന്നായിട്ട് പെയ്യുമെന്നറിയത്തില്ല. പകൽ ഇത്രയൊക്കെ കിട്ടിയിട്ട് പിന്നെ പെയ്താലും കുഴപ്പമൊന്നുമില്ല. തുണിയൊക്കെ എല്ലാം ഉണങ്ങി സെറ്റാക്കാൻ.
ഭയങ്കരമായ മഴ വരുന്നുണ്ട്. അമ്മോ വരച്ച് വരുന്നുണ്ട് തുടങ്ങുന്നു. അതെ പെയ്തു. അടിപൊളി. നല്ല മഴ നന്നായിട്ട് പെയ്യും. വരവൊക്കെ കാണുമ്പോൾ അറിയാം. ശാമ്പുവി ഏറുമാടത്തിൽ പോയി അപ്പയുടെ കൂടെ. നാരായണിക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ടി വി വെക്കത്തില്ല. അതുകൊണ്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവൾ അപ്പയെടുത്ത് പോയി. ആ നല്ല മഴ. മഴ പെയ്യാതെ പെയ്തപ്പോൾ ഒരു സ്നേഹമൊക്കെ ഉണ്ട് മഴയോട്. എപ്പോഴും പെയ്തോണ്ടിരിക്കുമ്പോഴേക്കും സ്നേഹക്കുറവൊന്നുമില്ല. എങ്കിലും നാളത്തേക്കുള്ള ചോറിടുക. ആഹാ ആനപ്പുറത്ത് കയറിയതാണോ? ഒന്ന് നോക്കമ്മേ. ഈ രാത്രി ആരോടും ചോദിക്കാൻ പറയാതെ അങ്ങ് ഓടിയേക്കോണോ ഏറുമാടത്തിലോട്ട്? ആണോ? അതാദ്യം നാരായണ ചേച്ചിയുടെ അവക്ക് അവളുണ്ട്. എനിക്ക് അവിടെ വെക്കാം, ഞാൻ കൊണ്ട് കൊടുത്തോളാം. എൻ്റെ പൊന്നെ ചൂടാണ്. നാരായണി